ഏറ്റെടുത്ത വേഷങ്ങളിലെ വ്യത്യാസം കൊണ്ട് ഈ കാലയളവിനിടയിൽ പലതവണ ബിജു മേനോൻ നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നായക വേഷത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് ഒരടി പോലും പിന്നോട്ട് ചലിക്കാൻ മടിക്കുന്ന അഭിനേതാക്കൾക്കിടയിൽ ഈ തൃശ്ശൂർകാരൻ വേറിട്ട് നിൽക്കുന്നു. നായക നടനായ ശേഷവും വില്ലനായി, സഹനടനായും അതിഥി താരമായി പ്രത്യക്ഷപ്പെട്ടു. ജ്യേഷ്ഠനായും അനുജനായും രക്ഷിതാവുമായുമെല്ലാം പലതവണ വന്നുപോയി. അടുത്ത സിനിമയിൽ വേഷവും കഥാപാത്രത്തിന് സ്വഭാവവും എന്താകും എന്നാകില്ല എന്നൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഒട്ടും ബഹളമയമല്ലെങ്കിലും സംഭവബഹുലമായ ഒരു ഫീൽ ഗുഡ് കഥയാണ് ബിജു മേനോൻ്റെ അഭിനയ ജീവിതം. മോഹൻലാലും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്ക് ശേഷമുള്ള അടുത്ത സൂപ്പർ താരം എന്നൊക്കെ 90കളുടെ തുടക്കത്തിൽ അടക്കം പറച്ചിലുകൾ ശക്തമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയർ സംഭവിച്ചത് മറ്റു പലതായിരുന്നു. ഇമേജുകളുടെ ഭാരമില്ലാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി ബിജു പല രൂപത്തിൽ സിനിമയിൽ നിറഞ്ഞു നിന്നു. സിക്സ് പാക്കുകളുടെ കാലത്ത് ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ ഇൻസ്റ്റാഗ്രാം റീലുകൾക്കിടയിൽ അയഞ്ഞ വേഷവും അലസമായ കുറ്റിത്താടിയുമായി മുന്നോട്ടു നീങ്ങുകയാണ്. ജൂഡ് അട്ടിപ്പേറിയുടെ ഏറെ പ്രശസ്തമായ മിഖായേലിൻ്റെ സന്തതികൾ എന്ന പരമ്പര ആണ് ബിജുവിന് ഒരു പരിചിത മുഖമാക്കുന്നത്. ഏതാണ്ട് അതേ സമയത്തു തന്നെ ദൂരദർശനിൽ വന്ന കുറച്ച് എപ്പിസോഡുകൾ ഉള്ള മറ്റൊരു പരമ്പര എന്ന് സ്വന്തം ചന്തുവിലൂടെ ബിജുവിൻ്റെ ഹാസ്യവേഷങ്ങളിലെ തന്മയത്വവും പ്രകടമായി. ജൂഡ് അട്ടിപ്പേറ്റിയുടെ ആദ്യ സിനിമയായ മിഖായേലിൻ്റെ സന്തതികളുടെ തുടർച്ച എന്ന് വിശേഷിപ്പിക്കാവുന്ന പുത്രനിലൂടെ ബിജു നായകനായി എത്തുന്ന മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ റാംജി റാവു സ്പീക്കിംഗ് വില്ലൻ്റെ പേരിലുള്ള സിനിമയാണ്. ടൈറ്റിൽ കഥാപാത്രമായ റാംജി റാവു എന്ന വില്ലൻ ഇപ്പോഴും ട്രോളുകളിൽ നിറയുന്ന എവർഗ്രീൻ കഥാപാത്രവുമാണ്. ആ റാംജി റാവുവിൻ്റെ തുടർഭാഗമായ മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ വില്ലനെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമയിൽ കാലുറപ്പിക്കുന്നതിന് മുമ്പ് ബിജു മേനോൻ ട്രാക്ക് മാറ്റി ചവിട്ടിയത്. റാംജി റാവുവിനെ പോലെ പോപ്പുലർ ആയില്ലെങ്കിലും മാന്നാർ മത്തായിയിലെ ബിജുവിൻ്റെ പോളിഷ്ഡ് വില്ലൻ ക്ലിക്കായി. കോട്ടും സൂട്ടും ഇട്ട് സൗമ്യനായി വന്ന് സ്വന്തം ഭാര്യയെ കൊല്ലുന്ന കൊടും ക്രിമിനലായി നായകനിൽ നിന്ന് സുന്ദരനായ വില്ലനായി ബിജു മേനോൻ ഒറ്റയടിക്ക് മാറി. സുന്ദരനും സൗമ്യനുമായ ആ വില്ലന് മലയാളത്തിൽ തുടർ സാധ്യതകളുണ്ടായിരുന്നു. കമലിൻ്റെ ശ്രീനിവാസൻ സിനിമ അഴകിയ രാവണിൽ മമ്മൂട്ടിയുടെ പ്രതിയോഗിയായി സിനിമാ സംവിധായകനായും ബിജു കാസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഈ വില്ലനിസം കൂടുതൽ ശ്രദ്ധേയമായി. പതിവ് വില്ലന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അഴകിയ രാവണിൽ നായിക പ്രേമിക്കുന്ന ശരത് എന്ന സുന്ദരനായ ഈ വില്ലൻ. അതിൻ്റെ തുടർച്ചയായിരുന്നു രാജസേനൻ, റാഫി മക്കാർട്ടിൻ, ജയറാം ടീമിൻ്റെ ദില്ലിവാല രാജകുമാരനിലെ വില്ലൻ വേഷം. സിനിമയുടെ ഒരു പൊതു സ്വഭാവം വെച്ച് ഇതോടെ ബിജു മലയാളത്തിലെ സ്റ്റീരിയോ ടൈപ്പ് പ്രതിനായകൻ ആവേണ്ടതായിരുന്നു. പക്ഷെ സംഭവിച്ചത് പിന്നീട് കരിയറിൽ ഉടനീളം സംഭവിച്ചിട്ടുള്ള അപ്രതീക്ഷിത ബ്രേക്കുകളും വഴിമാറിപ്പോകലുകളുമായിരുന്നു. പിന്നീട് നായകനും ഉപനായകനും ക്യാരക്ടർ റോളുമായി ബിജു നിറഞ്ഞു നിന്നു. എങ്കിലും മാറി മറഞ്ഞുകൊണ്ടിരുന്ന നീണ്ട കരിയറിൽ പലപ്പോഴും കരുത്തുറ്റ വില്ലനായി സൂപ്പർ താരങ്ങൾക്കു നേരെ നെഞ്ചുവിരിച്ച് കയറി നിന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ വില്ലനായി തുടങ്ങിയ ബിജു ഏറ്റവും കൂടുതൽ തവണ വില്ലനായിട്ടുള്ളത് മമ്മൂട്ടി സിനിമകളിലാണ്. ഉദ്യാനപാലകൻ, സിദ്ധാർത്ഥ, ക്രോണിക് ബാച്ചിലർ, നസ്രാണി തുടങ്ങിയവ. മഞ്ജു വാര്യർ മുഖ്യവേഷത്തിൽ വന്ന കണ്ണെഴുതി പൊട്ടും തൊട്ട്, മോഹൻലാലിൻ്റെ റെഡ് ചില്ലിസ്, പൃഥ്വിരാജിൻ്റെ റോബിൻ ഹുഡ് എന്നിവയാണ് മറ്റു പ്രധാന വില്ലൻ വേഷ സിനിമകൾ. 90കൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ സിനിമകളുടെ കാലമായിരുന്നു. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച പോലീസ് ആക്ഷൻ സിനിമകളുമായി ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി ടീം സൃഷ്ടിച്ച തരംഗം ഒരു പതിറ്റാണ്ടോളം തുടർന്ന കാലം. സൂപ്പർ സ്റ്റാർ സിനിമകൾ തെലുങ്കിലെയും തമിഴിലെയും പോലെ വലിയ മാസ് സിനിമകളായി ആൾക്കൂട്ടത്തിൻ്റെ ഉത്സവ പറമ്പുകളായി തിയേറ്ററുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലം. മമ്മൂട്ടിക്കും മോഹൻലാലും സുരേഷ് ഗോപിക്കും പുറമെ അടിമുടി അടിപ്പടങ്ങളുമായി ബാബു ആൻ്റണിയും നിറഞ്ഞു നിന്ന കാലം. അവിടേക്ക് പുതിയ അവകാശിയായി ബിജുവിനെ പലരും കണ്ടിരുന്നു. ഷാജി കൈലാസ്, രഞ്ജിത്ത് ടീമിൻ്റെ ക്രൈം ആക്ഷൻ ഡ്രാമ മഹാത്മയിൽ ബിജുവിനു ചെറുതല്ലാത്ത വേഷമുണ്ടായിരുന്നു. അതുവരെ സൂപ്പർ താര സിനിമകൾ ഒരുക്കിയിരുന്ന ഷാജിയും രഞ്ജിത്തും അസുരവംശ എന്ന ആക്ഷൻ പരീക്ഷണത്തിനൊരുങ്ങിയപ്പോൾ മുഖ്യവേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് പുതിയ താരോദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മനോജ് കെ ജയനും ബിജു മേനോനായിരുന്നു. തലസ്ഥാനം, ഏകലവ്യൻ, കമ്മീഷണർ, കിങ് തുടങ്ങിയ വമ്പൻ ആക്ഷൻ പോലീസ് ഹിറ്റുകൾക്ക് ശേഷം സൂപ്പർ സ്റ്റാറുകളില്ലാതെ നടത്തിയ ഷാജിയുടെ മാസ് സിനിമ പരീക്ഷണം പക്ഷെ പാളി. പടം പ്രതീക്ഷിക്കപ്പെട്ട
പറയപ്പെട്ട തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ബിജു മേനോന്റെ പോലീസ് വേഷം ക്ലിക്കായി. ഒരുപക്ഷെ ബിജുവിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ബിജുവിനിലെ നടനല്ല, താരത്തിന് ഏറ്റവും കൂടുതൽ കയ്യടിയിൽ വാങ്ങിക്കൊടുത്ത വേഷങ്ങളും കാക്കി അണിഞ്ഞ് കൊണ്ടതായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ആക്ഷൻ സിനിമകളിലെ രണ്ടാം നായകനായി ബിജു പോലീസ് വേഷങ്ങൾ ചെയ്തു. പത്രങ്ങളിലെ SP ഫിറോസ് എന്ന രണ്ടാം നായകൻ മുതൽ അയ്യപ്പനും കോശിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അയ്യപ്പൻ നായർ വരെ വില്ലനും ഉപനായകനുമായ നിരവധി ആക്ഷൻ ഹീറോ ബിജു മേനോന്മാർ മലയാളത്തിൻ്റെ സ്ക്രീനിൽ കാക്കി അണിഞ്ഞു നെഞ്ചുവിരിച്ചു കയറി നിന്നു. FIR, കവർ സ്റ്റോറി, ശിവം, രണ്ടാം ഭാവം, രസികൻ, ബാബ കല്യാണി, ഡാഡി കൂൾ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അനുരാഗ കരിക്കൻ വെള്ള, പട്ടിക വലുതാണ്. മലയാളത്തിൽ മുൻനിര നായകരിൽ ഏറ്റവും അധികം പോലീസ് വേഷങ്ങൾ ചെയ്തവരിൽ ബിജു മേനോൻ മുന്നിൽ തന്നെ കാണും. ഇവയിൽ തീർത്തും വേറിട്ട് നിൽക്കുന്നത് ബിജുവിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ജനപ്രിയമായ കഥാപാത്രം അയ്യപ്പനും കോശിയും സിനിമയിലെ അയ്യപ്പൻ നായർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ്. മലയാള സിനിമയുടെ മാസ് സിനിമകളുടെ തന്നെ ജാതകം മാറ്റി എഴുതിയ സിനിമയാണ് അയ്യപ്പനും കോശിയും. പൃഥ്വിരാജും ബിജു മേനോനും തമ്മിൽ നേർക്കുനേർ നിന്ന സിനിമ ബിജുവിൻ്റെ ഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് ശരിക്കും വേറെ ലെവൽ തന്നെയായി മാറിയിരുന്നു. ഗോത്രവർഗക്കാരനായ തീവ്ര നിലപാടുള്ള അയ്യപ്പൻ പോലീസുകാരനാകുമ്പോൾ നിയമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നത്, കാക്കിക്കുള്ളിൽ നിന്ന് പുറത്താകുമ്പോൾ പഴയ വന്യതയിലേക്ക് തിരിച്ചു പോകുന്നതുമാണ് ആൾക്കൂട്ട സിനിമയുടെ ഗംഭീര ചേരുവകളുമായി എത്തിയ സച്ചിയുടെ രണ്ടാം സിനിമ അയ്യപ്പനും കോശിയുടെ പ്രമേയം. ബിജുവിൻ്റെ പരുക്കൻ ശരീരഭാഷയോ തീക്ഷ്ണമാർന്ന നോട്ടങ്ങളോ കനത്ത ശബ്ദമോ അലസമായ വേഷങ്ങളോ ഒട്ടും പോളിഷ്ഡ് അല്ലാത്ത സ്വാഭാവികമായ സംഭാഷണ ശൈലിയോ മലയാള സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സൂപ്പർ താര പോലീസുകാരിൽ നിന്നും തീർത്തും ഭിന്നമായ ഒരു പോലീസ് മുഖം അയ്യപ്പൻ നായർക്ക് നൽകിയിട്ടുണ്ട്. അയ്യപ്പൻ നായർ എന്ന സങ്കീർണമായ ലെയറുകളുള്ള കഥാപാത്രത്തെ ബിജു തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ ഗംഭീരമാക്കുന്നുണ്ട്. പോലീസുകാരൻ എന്ന നിലയിൽ അയ്യപ്പൻ നായരെ പോലെ സങ്കീർണമല്ലെങ്കിലും പോലീസുകാരനും കാമുകനും ഭർത്താവും അച്ഛനും എന്ന ബഹുമുഖ റോളുകളിൽ പല തലങ്ങളിൽ അഭിനയിച്ചു പ്രതിഫലിപ്പിക്കേണ്ട വേഷമായിരുന്നു ഖാലിദ് റഹ്മാൻ്റെ അനുരാഗ കരിക്കൻ വെള്ളത്തിലെ രഘു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അനുരാഗ കരിക്കൻ വെള്ളം ഒരു പോലീസ് സിനിമ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്നത് അല്ലെങ്കിലും പുറമേക്ക് പരുക്കനും എന്ന അകമെ ഒറ്റപ്പെട്ടവനുമായ ബിജുവിൻ്റെ പോലീസുകാരൻ ഏറെ ശ്രദ്ധേയമായിരുന്നു. ബിജു മേനോൻ സോളോ നായകനാകുന്ന ആദ്യ പോലീസ് സിനിമ ഷാജി കൈലാസിൻ്റെ ശിവം ആയിരുന്നു. ടിപ്പിക്കൽ ഷാജി കൈലാസ് ടൈംപ്ലേറ്റുകളിൽ സൃഷ്ടിച്ചെടുത്ത ശിവം ബി ഉണ്ണികൃഷ്ണൻ്റെ ആദ്യ തിരക്കഥ കൂടിയായിരുന്നു. സംവിധാനം ചെയ്ത രണ്ട് സിനിമകൾ അനാർക്കലി, അയ്യപ്പനും കോശി എന്നിവയിൽ രണ്ടിലും ഗംഭീര പ്രകടനവുമായി ബിജു നിറഞ്ഞു നിന്നിരുന്നു. രണ്ടിലും പൃഥ്വിക്കൊപ്പം സേതുവുമായി ചേർന്ന് സച്ചി തിരക്കഥ എഴുതിയ റോബിൻ ഹുഡ്, സീനിയേഴ്സ് എന്നീ സിനിമകളിലും സച്ചി തനിച്ചു തിരക്കഥ എഴുതിയ റൺ ബേബി റൺ, ചേട്ടായീസ്, ഷെർലക് ടോംസ് തുടങ്ങിയ സിനിമകളിൽ ബിജു നായകനോ രണ്ടാം നായകനോ ആയിരുന്നു. ലാൽ ജോസിൻ്റെയും ജോഷിയുടെയും ഷാജി കൈലാസിൻ്റെയും അനിയൻ സഹനായക വില്ലൻ വേഷങ്ങൾ പരാജയങ്ങളുടെ ഒറ്റയാൾ ഭാരം പേറലിൽ നിന്ന് ബിജുവിനെ രക്ഷിച്ചിരുന്നുവെങ്കിലും 2000-ത്തിലെ ആദ്യ പതിറ്റാണ്ട് ബിജു എന്ന നായകനെ സംബന്ധിച്ച വലിയ വിജയങ്ങളൊന്നും സമ്മാനിച്ചിരുന്നില്ല. ജോഷിയുടെയും ഷാജി കൈലാസിൻ്റെയും ആക്ഷൻ പടങ്ങളിൽ സെക്കൻഡ് ഹീറോ വില്ലൻ ഭാവങ്ങളിലും ലെനിൻ രാജേന്ദ്രൻ്റെയും കമലിൻ്റെയും സിനിമകളിൽ നായകനായും ബിജു മേനോൻ കൈനിറയെ പടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ബിജു മേനോൻ സ്വന്തം ക്രെഡിറ്റിൽ പറയാവുന്ന സിനിമകൾ വളരെ അപൂർവമാണ് താൻ. രൂപം കൊണ്ടും ശരീരഭാഷ കൊണ്ടും സംസാര ശൈലി കൊണ്ടും കഥാപാത്രങ്ങളെ കനം കൊണ്ടും ബിജു ഗൗരവക്കാരനായി തുടരവെയാണ് 2010-ൽ ട്രാക്ക് കോമഡിയിലേക്ക് മാറ്റി തുടങ്ങുന്നത്. തുടക്കം 2011-ൽ ഇറങ്ങിയ ഷാഫിയുടെ മുഴുനീള കോമഡി സിനിമയായ മേരിക്കുണ്ടൊരു കുഞ്ഞാടാണ്. അതിനുശേഷം പിന്നാലെ വൈശാഖിന് സീനിയേഴ്സിലെ 4 നായകന്മാരിലൊരായ ഫിലിപ്പ് ഇടിക്കുളയും ഇതിൻ്റെ ആവർത്തനമായിരുന്നു. ബിജുവിൻ്റെ കോമഡി ടൈമിങ്ങിൻ്റെ റേഞ്ച് സീനിയേഴ്സ് ഒന്നുകൂടി വ്യക്തമാക്കി. അതിനും പിന്നാലെ വന്ന ഓർഡിനറിയിൽ പാലക്കാടൻ ഭാഷ പറയുന്ന KSRTC ഡ്രൈവർ സുഗു ആ ഹാസ്യ പരിവർത്തനം അറക്കിട്ട് ഉറപ്പിച്ചു. പിന്നീടുള്ള ബിജുവിൻ്റെ കഥാപാത്രങ്ങളിലേറെയും കുറച്ച് കളിയും കുറച്ച് കാര്യമായി നടക്കുന്ന കാർട്ടൂൺ സ്വഭാവമുള്ളവയായിരുന്നു. മായാമോഹിനി, മല്ലു സിംഗ്, റൺ ബേബി റൺ, ചേട്ടായീസ്, റോബൻസ്, 3 ഡോട്ട്സ്, അനാർക്കലി, മധുരനാരക എന്നിങ്ങനെ പോകുന്ന ബിജുവിൻ്റെ ഹാസ്യാന്വേഷണ പരീക്ഷണങ്ങൾ. അനുരാഗ കരിക്കുംവെള്ളം, രക്ഷാധികാരി, ബൈജുവപ്പ്, അയ്യപ്പനും കോശിയും, ആർക്കറിയാം തുടങ്ങിയ സിനിമകൾ. ഈ സിനിമകളെല്ലാം ബിജു മേനോൻ എന്ന പെർഫോമറെ ആഴത്തിൽ
രേഖപ്പെടുത്തിയ സിനിമകൾ മാത്രമല്ല സാമ്പത്തിക വിജയം നേടിയതുമായിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ കമലിന്റെ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിലെ ശരീരം തളർന്ന അഖിലചന്ദ്ര എന്ന കഥാപാത്രത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ബിജു മേനോൻ സ്വന്തമാക്കിയിട്ടുണ്ട്.